പന്തളം NSS കോളേജിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ 2 ABVP പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത സുധി സദൻ ഉൾപ്പെടെയാണ് റിമാൻഡിലായത്. വിദ്യാർത്ഥി സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. അക്കാദമിക ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പരിചയമുള്ള വിദ്യാർത്ഥികളെയാണ് താൻ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തതെന്നായിരുന്നു കേരള സർവകലാശാലയിലേക്ക് നോമിനേഷൻ വിവാദമായപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നത്. അതിൽ താൻ രാഷ്ട്രീയം നോക്കിയിട്ടുണ്ടായിരുന്നില്ലെന്നും പറയുന്നു. പക്ഷേ ഇപ്പോൾ വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് ABVPയുടെ നേതാവും ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട സംഘപരിവാർ പ്രവർത്തകനുമായ സുധി സദനാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്ത കേരള സർവകലാശാലയിലേക്ക് പന്തളം NS കോളേജിൽ നിന്ന് 2 വിദ്യാർത്ഥികളാണ് നോമിനേറ്റ് ചെയ്തിരുന്നത്. അതിലൊരാളാണ് സുധി സദൻ. അംഗപരിമിതനായ SFI വിദ്യാർത്ഥിയെ ആക്രമിച്ച കേസിലടക്കമാണ് ഇപ്പോൾ റിമാൻഡിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ഈ സംഘർഷത്തിൽ 7ഓളം വരുന്ന SFI പ്രവർത്തകർക്കാണ് തലയ്ക്കും അതുപോലെ തന്നെ കൈക്കുമൊക്കെ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നത്. വധശ്രമത്തിനടക്കമാണ് പോലീസ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും 2 പേർ റിമാൻഡിലായിട്ടുണ്ട്. വിഷ്ണു എന്ന ആളാണ് പ്രധാനപ്പെട്ട പ്രതി. ഇയാളും അവിടുത്തെ വിദ്യാർത്ഥിയാണ്. ഇനി മറ്റു പ്രതികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പറയുന്നു. എന്തായാലും ഗവർണർ കേരള സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്ത ABVP പ്രതിനിധി ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റിലായത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരണ ആയുധമാക്കുകയാണ് SFI. ശരി, പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ.